ഹായ്, I'm Bijoy Nair, former officer Food Corporation of India, current affairsന്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് എനിക്കറിയാം. പലരും താഴെ കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ക്ലാസ് റെഗുലറായിട്ട് എടുക്കണമെന്ന്. അത് ചിലരൊക്കെ വിചാരിക്കുന്നത് വ്യൂ കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉഴപ്പുന്നതെന്നാണ്. വ്യൂ കുറവായതുകൊണ്ടല്ല, ഉഴപ്പുന്നതുമല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ് ഇപ്പോൾ 10 പേരാണ് ഇത് കാണാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ ആ 10 പേർക്ക് ക്ലാസ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാര്യം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടൊന്നും അല്ല. മെയിൻ റീസൺ ഞാൻ മാത്രമാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഒരുപാട് അസൗകര്യങ്ങൾ വരും. എനിക്ക് എൻ്റെ കൂടെ സൈഡിൽ കൂടെ കോച്ചിങ് ബിസിനസ്സും ഉണ്ട്. അപ്പോൾ ട്രാവലിങ്ങും ഒക്കെ വരും. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ കൊണ്ടും അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ എന്നെ സഹായിക്കുന്ന ഒരാളുണ്ട്. പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് അസുഖം വന്നു, അപ്പം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ള റീസൺസ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ലിമിറ്റേഷനാണ് പലപ്പോഴും ക്ലാസ്സസ് എടുക്കാതെ സ്കിപ്പായി പോകുന്നതിൻ്റെ റീസൺ. അപ്പോൾ അത് ഇനി മാക്സിമം എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലാണ് എടുക്കാമെന്ന് മാത്രമേ എനിക്ക് അഷുറൻസ് തരാൻ പറ്റൂ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് 2-3 പേരുണ്ടായിരുന്ന ആ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എക്സിക്യൂഷൻ പുട്ട് ഓഫ് റിപ്രൈവ് ഫോർ ഇന്ത്യൻ നേഴ്സ് ഇൻ യമൻ എന്ന് പറഞ്ഞ ന്യൂസാണ്. ആ ന്യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നിമിഷപ്രിയ എന്ന് പറഞ്ഞൊരു മലയാളി നേഴ്സ് യമനിൽ വധശിക്ഷയ്ക്ക് എക്സിക്യൂഷന് വിധിക്കപ്പെട്ട് സെന്റൻസ് ചെയ്യപ്പെട്ട് കിടക്കുവാണ്. അപ്പോൾ അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള അവരെ പാർഡൻ മേടിച്ചു കൊടുത്തിട്ട് മാപ്പ് വാങ്ങിക്കൊടുത്തിട്ട് അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. യമൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഈസ് ഓൾസോ ക്രിയേറ്റിംഗ് പ്രോബ്ലം ഫോർ ഇന്ത്യ. അവിടെ 2 ഭരണമാണ്. ഈ നിമിഷപ്രിയ കിടക്കുന്ന ജയിൽ എന്ന് പറഞ്ഞാൽ യമൻ്റെ ക്യാപിറ്റലായ സനയിലാണ്. അത് ഭരിക്കുന്നത് ഹൂതീസാണ്. ഹൂതീസ് എന്ന് പറയുന്നത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷിയ മുസ്ലിം ഓർഗനൈസേഷനാണ് ഹൂതീസ്. അവരാ ഭരിക്കുന്നത് യമൻ്റെ ക്യാപിറ്റൽ. പക്ഷേ ക്യാപിറ്റലിന് വെളിയുള്ള കുറേ പ്രദേശങ്ങൾ ഭരിക്കുന്നത് അവിടുത്തെ പഴയ സുന്നി ഭരണകൂടമാണ്. അപ്പം ഈ നിമിഷപ്രിയ വധിച്ച ആളിൻ്റെ റിലേറ്റീവ്സ്, സ്കിൽ ചെയ്ത ആളിൻ്റെ റിലേറ്റീവ്സൊക്കെ ഈ പറഞ്ഞ ക്യാപിറ്റലിലുള്ളവരല്ല, വെളിയിലുള്ളവരാണ്. അപ്പോൾ അവിടെ വേറെ ഭരണകൂടമാണ്. ക്യാപിറ്റലിൽ സന ഭരിക്കുന്ന ഹൂതീസുമാണ്. ഇപ്പം ഇവർ രണ്ടുപേരായിട്ട് നെഗോഷിയേഷൻസ് നടത്തി ഇതിൻ്റെ അകത്തൊരു സെറ്റിൽമെൻറ്റ് എത്താനൊക്കെ ഗവൺമെൻറ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവിടുത്തെ ഒരു ഭയങ്കര ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ വേറെ ന്യൂസ് കാണാം. സർവീസസ് എക്സ്പോർട്സ് കട്ട് ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ് ബൈ 9.4% ഇൻ Q1 എന്നൊരു ന്യൂസ് കാണാം. ട്രേഡ് ഡെഫിസിറ്റ്, വാട്ട് ഈസ് ട്രേഡ് ഡെഫിസിറ്റ്? ട്രേഡ് ഡെഫിസിറ്റ് മീൻസ്, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കാറുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ആണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് ആണ് ട്രേഡ് ഡെഫിസിറ്റ്. ട്രേഡ് ഡെഫിസിറ്റ് എന്താണ്? ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട്. ഇമ്പോർട്ട് കൂടിയും എക്സ്പോർട്ട് കുറഞ്ഞു ഇരിക്കുമ്പോൾ നമുക്ക് ഔട്ട്വേർഡിലേക്കായിരിക്കും പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്. മറ്റ് രാജ്യങ്ങൾക്ക് നമുക്ക് കാര്യം ഇമ്പോർട്ട് ചെയ്യുന്നതിന് പൈസ കൊടുക്കണ്ടേ അങ്ങോട്ട്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും. ഇമ്പോർട്ട് കൂടിയിരുന്നാൽ ട്രേഡ് ഡെഫിസിറ്റ് ആയിരിക്കും. ഇമ്പോർട്ട് കുറഞ്ഞ് എക്സ്പോർട്ട് കൂടിയിരുന്നാൽ ട്രേഡ് സർപ്ലസ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യക്ക് ട്രേഡ് ഡെഫിസിറ്റ് ആണ് കഴിഞ്ഞ 3 മാസമായിട്ട്. പക്ഷേ ട്രേഡ് ഡെഫിസിറ്റ് സബ്സ്റ്റാൻഷ്യലി റെഡ്യൂസ്ഡ് ആസ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ ഓഫ് ദ കറസ്പോണ്ടിങ് പീരിയഡ്. അപ്പോൾ ഇത് കുറയാനുള്ള കാരണം ഈ എക്സ്പോർട്ട് കൂടുമ്പോഴാണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നത്, അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് ഉണ്ടാകുന്നത്. എക്സ്പോർട്ട് 2 തരത്തിലുള്ള എക്സ്പോർട്ട് ഉണ്ട്. കൊമോഡിറ്റി എക്സ്പോർട്ടും ഉണ്ട്, സർവീസ് എക്സ്പോർട്ടും ഉണ്ട്. കൊമോഡിറ്റി എക്സ്പോർട്ട് മീൻസ് നമ്മൾ ഇവിടുത്തെ കുറച്ച് ബസ്മതി അരി കയറ്റി വിടുന്നു, അത് കൊമോഡിറ്റി എക്സ്പോർട്ട്, അതൊരു കമ്മോഡിറ്റി അല്ലേ. അതേസമയത്ത് അല്ലെങ്കിൽ വീറ്റ് കയറ്റി അയക്കുന്നു, ഗോതമ്പ് കമ്മോഡിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അതാണ് കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന പൈസ. ഇനി സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് എക്സ്പോർട്ട് നമ്മളെ സോഫ്റ്റ്വെയർ കമ്പനികൾ, ഇപ്പോൾ ഇൻഫോസിസ്, വിപ്രോ, TCS ഇവരൊക്കെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്, അത് സർവീസ് എക്സ്പോർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ട്രേഡ് എന്ന് പറഞ്ഞത്. സർവീസ് എക്സ്പോർട്ടും കമ്മോഡിറ്റി എക്സ്പോർട്ടും. അപ്പോൾ സർവീസിൻ്റെ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടി. ദാറ്റ് ഈസ് ദ റീസൺ ഫോർ ദ റിഡക്ഷൻ ഓഫ് ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 months. ലാസ്റ്റ് 3 months ആണ് Q1 ഓഫ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞത്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ, കൊമോഡിറ്റി എക്സ്പോർട്ട് അങ്ങനെ കൂടിയൊന്നുമില്ല. സർവീസ് എക്സ്പോർട്ടാണ് കൂടിയത്. അപ്പോൾ അതാണ് അവിടെ എത്തി പറയാനുള്ളത്. വേറെ ചിലപ്പോൾ അടുത്ത ദിവസം ഹിന്ദുവിലൊരു എഡിറ്റോറിയലാവാൻ സാധ്യതയുണ്ട്. ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊരു എഡിറ്റോറിയലാവാൻ സാധ്യതയുണ്ട് അടുത്ത ദിവസം. പിന്നെ അത്രയേ ഉള്ളൂ ഫ്രണ്ട് പേജിലെ ന്യൂസ്. അതിനടുത്ത പേജിലേക്ക് പോവാം. സ്റ്റേറ്റ്സ് പേജിൽ പോകുമ്പോൾ
hold SIR at least 6 months before polls. TDP urges EC. EC means Election Commission of India. Election Commission of India is going to hold SIR. SIR means Special Intensive Revision of Electoral Laws in almost all the states which are going to election. So Kerala, Tamil Nadu, West Bengal and Assam are going to election next year. So in those states also, Election Commission of India will conduct this SIR, Special Intensive Revision of Electoral Laws. Now already they are conducting the SIR of Bihar. Bihar is going to election in October. അപ്പോൾ അത് നടത്തുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് ദിസ് SIR. പക്ഷേ അതിന് ഇനഫ് ടൈം കൊടുക്കണം, മിനിമം ഒരു 6 months മുമ്പേ നടത്തണമെന്നാണ് TDP പറഞ്ഞത്. TDP എന്ന് പറഞ്ഞാൽ തെലുങ്ക് ദേശം പാർട്ടി, ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന പാർട്ടി, ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററായ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി, അതാണ് TDP. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ജ്ഞാനേഷ് കുമാർ ആണ്, അല്ലേ? ജ്ഞാനേഷ് കുമാർ. പിന്നെ ഈ പേജിൽ വേറെ ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. എൻ്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഒഡീഷയായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സ്യൽ ന്യൂസ് ഉണ്ട്. ഒഡീഷയിലെ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് മൈൻഡ് ചെയ്തില്ല ഒഫീഷ്യൽസ് എന്നുള്ള പേരിൽ അവർ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ മോഹൻ മജ്ജിയാണ്. ആരാണ്? മോഹൻ മജ്ജി is the chief minister of Odisha. Capital of Odisha is Bhubaneswar. Next news is happy homecoming for Shukla, 3 other astronauts after 18 days in space. That you all know. Shubhamshu Shukla, Air Force pilot from India, he became the first Indian astronaut to visit ISS, International Space Station. He spent 18 days there and he returned. That mission is known as Axiom 4 mission. Axiom 4 mission എന്ന് പറയുന്നത് ആരുടെ മിഷനാണെന്ന് വെച്ചാൽ നാസ നടത്തിയ മിഷൻ. അപ്പോൾ Shubhamshu Shukla has a brighter chance of going to space through ISRO also, and their space program is known as Gaganyaan. Human space program is known as Gaganyaan, which is going to be conducted in the year of 2027. In that also, Shubhamshu Shukla has been selected as one of the ഗഗൻയാത്രീസ്. അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ആസ്ട്രോണോട്ട്സ് ആയിട്ട് ആവാനുള്ള ഭാഗ്യം ഒരു പക്ഷേ നമ്മൾ ആദ്യം ISRO, ഇനി നമ്മുടെ ആദ്യത്തെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഗഗൻയാൻ എന്നുള്ള പേരിൽ 2027 നടത്തുമ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് അങ്ങനെയും പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ കർണാടകത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയുടെ ഫോട്ടോ ഇവിടെ കാണാം, കർണാടകത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ. പിന്നെ ആസാം CM ഡിഫൻസ് എവിക്ഷൻ ഡ്രൈവ്സ് എന്നൊക്കെ ന്യൂസ്. ആ ന്യൂസ് നമുക്ക് വേണ്ട. ആസാമിൻ്റെ CM ആയിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും, ഹിമാന്ത ബിശ്വ ശർമ്മ is the chief minister of Assam and capital of Assam is Dispur. Dispur is the capital of Assam. Dispur, അല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നായിഡു ബാക്സ് ലേണിംഗ് ഹിന്ദി, പേസ് ട്രിബ്യൂട്ട് ടു XPM നരസിംഹറാവു എന്നൊരു ന്യൂസ് ഉണ്ട്. നായിഡു, ഞാൻ ഇത്തിരി മുമ്പേ പറഞ്ഞുള്ളൂ, ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ, ഹി റിമെമ്പേർഡ് നരസിംഹറാവു യെസ്റ്റർഡേ. നരസിംഹറാവു, who is Narasimha Rao is known as the father of economic liberalization in India. Father of economic liberalization in India, അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് നരസിംഹറാവു. ആന്ധ്രാപ്രദേശുകാരനായിരുന്നു. അദ്ദേഹം ആണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം അറിഞ്ഞിരിക്കുക, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. അതിനടുത്ത പേജ് ഇപ്പം എഡിറ്റോറിയൽ പേജ്. എഡിറ്റോറിയൽസ് ഇന്നത്തെ 2 എഡിറ്റോറിയൽസിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഹെഡിങ് ആയിരുന്ന ന്യൂസിനെ കുറിച്ചാണ്. ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഹെഡിങ് എന്തായിരുന്നു വെച്ചാൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞെന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്, ഹോൾസെയിൽ ഇൻഫ്ലേഷനും റീറ്റെയിൽ ഇൻഫ്ലേഷനും. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻഡെക്സ് ഉണ്ട്, അതിന്റെ പേര് WPI എന്ന് പറഞ്ഞ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻഡെക്സ് ഉണ്ട്, ആ ഇൻഡെക്സിന്റെ പേര് CPI എന്ന് പറയും, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇപ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചും ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് വെച്ചും. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ
ആണ് ഇന്ത്യക്ക് എന്നല്ല ഏത് രാജ്യത്തിന് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി അഫക്റ്റിംഗ് ദ കോമൺ പീപ്പിൾ. വിലക്കയറ്റമായിട്ട് പ്രൈസ് റൈസ് ആയിട്ട് ബാധിക്കും കോമൺ പീപ്പിളിന്. സോ Central Bank of India, that is Reserve Bank of India, is very much keen to reduce the inflation to safer levels. So what is the safer level of retail inflation? There is a memorandum of understanding between Finance Ministry of India and Reserve Bank of India to keep retail inflation or consumer price index within a range of 2% to 6%. 2% തൊട്ട് 6% വരെ ആക്കി നിലനിർത്തണം എന്ത് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്ട്രിയും തമ്മിൽ. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ പറഞ്ഞ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫിഗേഴ്സ് വന്നപ്പോൾ ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഇൻഫ്ലേഷൻ 2.1% കുറഞ്ഞു. 2.1%. ദാറ്റ് മീൻസ് ഏറ്റവും സേഫസ്റ്റ് സോൺ 2% വരെ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2% എത്തി. അപ്പോൾ നോർമൽ കേസിൽ നമുക്കതിൽ ഭയങ്കര സന്തോഷം തോന്നും. കാര്യം എന്താ, നമ്മളുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞ് ഏറ്റവും സേഫസ്റ്റ് ലെവലിലെത്തി എന്ന് തോന്നും. പക്ഷെ ഹിന്ദു പറയുന്ന അങ്ങനെ അത്രയും സന്തോഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. ഈ 2.1% എത്താൻ കാരണം എന്ന് വെച്ചാൽ ഈ ആക്ച്വലി ഇൻഫ്ലേഷന് മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ, അതായത് ഈ 2.1% എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷനാണ്. അതിന് നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നാ പറയുന്നത്. എന്താ പറയുന്നത്? ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. പക്ഷേ ഈ ഇൻഫ്ലേഷൻ്റെ അകത്ത് ഫുഡ് ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഫ്യൂൽ ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർന്നാണ് ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിൽ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനുമാണ് ഏറ്റവും വോളറ്റൈൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ. അതായത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും കൂടി ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പം കിട്ടുന്ന ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ പലപ്പോഴും വിശ്വസിക്കാവുന്ന രീതിയിലായിരിക്കില്ല. കാര്യം ഈ ഫുഡിൻ്റെ പ്രൈസൊക്കെ പെട്ടെന്ന് കൂടും, വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രൈസസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ ഫിഗർ പലപ്പോഴും നമുക്ക് കറക്റ്റ് ഒരു റീഡിങ് തരത്തില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞ് വേറൊരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യും. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മൊത്തത്തിലുള്ള ഇൻഫ്ലേഷനായ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് ഫുഡ് ഇൻഫ്ലേഷനും ഫ്യൂൽ ഇൻഫ്ലേഷനും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. അത് അവിടെ നിൽക്കട്ടെ, അത് ജസ്റ്റ് ഇതിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്നുള്ള വേർഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഇന്ത്യയിൽ ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പം ഫുഡ് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, ഫുഡ് ഐറ്റംസിൻ്റെ വില ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷനെ പിടിച്ച് 2.1% കൊണ്ടുവന്നത്. പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ എസെൻഷ്യൽ ആയിട്ടുള്ള പല വേറെ കമ്മോഡിറ്റീസിൻ്റെയും പ്രൈസസ് കൂടി. ടൂത്ത് പേസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്, അതല്ലാതെ പണക്കാരെ മാത്രം യൂസ് ചെയ്യുന്നതല്ല. ചില ഓയിലുകൾ അത് എല്ലാവരും യൂസ് ചെയ്യുന്ന ചില സംഭവങ്ങൾ. സാനിറ്ററി നാപ്കിൻസ്, പണക്കാരെന്ന പാവപ്പെടുന്ന വ്യത്യാസമില്ലാതെ ഗേൾസിന് ആവശ്യമുള്ള സാനിറ്ററി നാപ്കിൻസ്, ഇതിൻ്റെയൊക്കെ വില കൂടി. പല കോസ്മെറ്റിക്സ് ഐറ്റംസിൻ്റെ വില കൂടി, ചില ഹെൽത്ത് റിലേറ്റഡ് പ്രോഡക്ട്സിൻ്റെ വില കൂടി. അപ്പം അതൊക്കെ കൂടിയിട്ടും വില കുറഞ്ഞു എന്നാണ് നമ്മൾ ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 2.1% എന്ന് റീഡിങ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? ഫുഡിനടിച്ച് ബാക്കി മിക്കവാറും എല്ലാ ഐറ്റംസിനും വില കൂടിയിട്ടും നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ 2.1%, ഏറ്റവും കുറവല്ലേ. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതവർ ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഫുഡ് എന്ന് പറയുന്ന ഒറ്റ സാധനത്തിന്റെ വെയിറ്റേജ് CPIക്കകത്ത് 46% ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ 46% വെയിറ്റേജ് ഫുഡിനാണ്. 46% വെയിറ്റേജ്. അപ്പോൾ ഫുഡിന്റെ വില പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് റിഫ്ലക്ട് ചെയ്യും CPIയിൽ. പക്ഷേ യഥാർത്ഥത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ 46% വെയിറ്റേജ് ഫുഡിന് കൊടുത്തത് തെറ്റാണെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അതിന്റെ കാരണം നമ്മളുടെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ എന്നൊരു സർവേ ഉണ്ട്, അതിന്റെ കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ പ്രകാരം ഫുഡിന് വേണ്ടി ഒരു ഇന്ത്യക്കാരൻ, ആവറേജ് ഇന്ത്യൻ ഫാമിലി 30% ഓഫ് അവരുടെ മൊത്തം ചെലവേ അവർ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലിയുടെ മൊത്തം ഫുഡിന്റെ ചെലവിന്റെ 30% മൊത്തം മന്ത്ലി എക്സ്പെൻഡിച്ചറിന്റെ 30% മാത്രമാണ് ഫുഡിന് വേണ്ടി ചെലവാക്കുന്നത്. പിന്നെ എന്തിനാണ് CPI ഇൻഡെക്സിന്റെ അത് 46% വെയിറ്റേജ് ഫുഡിന് കൊടുത്തേക്കുന്നത്? ഇപ്പൊ തെറ്റല്ലേ? അത് 30% നമ്മൾ ചിലവാക്കത്തുള്ളൂ, പക്ഷെ നമ്മൾ CPI ഇൻഡെക്സിൻ്റെ അകത്ത് 46% വെയിറ്റേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഫുഡ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വെയിറ്റേജ് കുറയ്ക്കാനുള്ള തീരുമാനം സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡെലിബറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ ബേസ് ഇയർ 2011-12 കണ്ടാണ് ബേസ് ഇയർ ഫോർ കാൽക്കുലേറ്റിംഗ് ദി CPI. അത് എത്രയോ വർഷം കഴിഞ്ഞു. അപ്പോൾ ബേസ് ഇയറിനെ ഇപ്പോൾ 2021-22 കണ്ടാക്കി മാറ്റാൻ പോവുക. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ അത് കറക്റ്റ് ആയിരിക്കും. ഒന്നാമത് ഈ ഫുഡിൻ്റെ വെയിറ്റേജ് കുറയ്ക്കണം. അതിൽ
പ്ലസ് ബേസ് ഇയർ മാറ്റിയേക്കുമാണ് എന്നാണ് എഡിറ്റോറിയൽ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇനി ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എഡിറ്റോറിയൽ വായിച്ചാൽ സിമ്പിളായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അടുത്ത മോർ ദാൻ സിംബോളിക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ഇത് ഈ എഡിറ്റോറിയലായിട്ടൊക്കെ ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. പത്രമൊക്കെ വലിയതായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ് വന്നേക്കുന്നു, ഗവൺമെൻറ് അങ്ങനെയൊന്നും ഇപ്പം പൂർണ്ണമായിട്ട് ആലോചിച്ചിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല എന്ന്. എന്താണ് സംഭവം എന്നറിയാമോ? ടൊബാക്കോ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. ടൊബാക്കോ പ്രോഡക്ട്സ് ഏതെടുത്ത് നോക്കിയാലും അതിൽ ആ പ്രോഡക്റ്റിൻ്റെ പരസ്യത്തിനെക്കാളും വലുതായിരിക്കും അതിലെ വാർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പം സിഗരറ്റ് പാക്കറ്റ് എടുത്താൽ 85% വാർണിംഗ് ആണ് സിഗരറ്റ് പാക്കറ്റിൽ. മുകളിൽ വിൽസ് എന്ന് ചെറുതായിട്ട് എഴുതിയേക്കും, ബാക്കി ഫുള്ള് ശ്വാസകോശത്തിൻ്റെയും ക്യാൻസറിൻ്റെയൊക്കെ പടമായിരിക്കും. പിക്ചോറിയൽ വാർണിംഗ് 85%. നമ്മൾ ഈ ടൊബാക്കോ പ്രോഡക്ട്സും ലിക്കറും ഒക്കെ അങ്ങനെ വലിയ വാർണിംഗ് പിക്ചോറിയലായിട്ട് ഫ്രണ്ട് പാക്കിൽ തന്നെ വാർണിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം, ഇതിനേക്കാളും വലിയ സൈലന്റ് കില്ലേഴ്സ് ഇന്ത്യയിലുണ്ട്. ബിക്കോസ് ഓഫ് നമ്മളുടെ ഫുഡ് ഹാബിറ്റ് മൂലം. ആ ഫുഡ് ഹാബിറ്റ് മൂലം ഇങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പലതും പിടിച്ച് മരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഫുഡിലും, പ്രോസസ്ഡ് ഫുഡിലും ഒക്കെ ഷുഗർ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, സാൾട്ട് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്, ട്രാൻസ് ഫാറ്റ് കൂടുതലാണ്. ഇപ്പം ഇത് നമ്മളെ ഇന്ത്യയിൽ ഭയങ്കര ഒബിസിറ്റി കൂടുന്നതിനും ഹൈപ്പർ ടെൻഷൻ കൂടുന്നതിനും അതുവഴി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിനും ഷുഗർ കൂടുന്നതിനൊക്കെ കാരണമാവുന്നു. ഷുഗർ കൂടുന്നതിനൊക്കെ കാരണമാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാര്യം ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇപ്പോൾ ഒരു സമോസ അല്ലെങ്കിൽ ജിലേബി, ഇതൊക്കെ ഇന്ത്യക്കാരന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. ഇതൊക്കെ മേടിക്കുമ്പോൾ അതിലെല്ലാത്തിലും നമ്മളിപ്പം ഒരു ക്യാൻറ്റീനിൽ പോയിരുന്ന് കഴിക്കുമ്പോൾ, അത് സ്കൂൾ ക്യാൻറ്റീനോ ഹോസ്പിറ്റൽ ക്യാൻറ്റീനോ ഒക്കെ ആണെങ്കിൽ അവിടെ ഇതുപോലെ ലേബലിംഗ്, ഇതിൻ്റെ ഹെൽത്ത് സൈഡ് ഇഫക്ട്സ്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് കഴിച്ചാൽ വരാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ക്യാൻറ്റീനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് ഇതിൽ കൊടുത്തേക്കുന്നതല്ല. ഇന്നലെ പത്രങ്ങളിൽ അതിനെക്കുറിച്ച് വാർത്ത വന്നു, അതിൻ്റെ ബേസിലായി എഡിറ്റോറിയൽ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ലേസ് എന്നോ അല്ലെങ്കിൽ കുർക്കൂർ എന്നൊക്കെ പറയുന്ന സാധനം മേടിക്കുന്നു, അതൊക്കെ യഥാർത്ഥത്തിൽ ജങ്ക് ഫുഡാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൊരു ചാർട്ട് പോലെ ചെറുതായിട്ടായിരിക്കും ഇതിൽ കണ്ടൻ്റൊക്കെ എഴുതി വെച്ചേക്കുന്നത്. സത്യത്തിൽ ഇനി തൊട്ട് നിയമത്തിനെ പരിഷ്കരിച്ചുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സിഗരറ്റ് പാക്കറ്റിലെ പോലെ, ടൊബാക്കോ പാക്കറ്റിലെ പോലെ സെയിം ലേബലിങ്ങും വാർണിങ്ങും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾക്കാർ കൂടുതൽ അവെയർ ആവും. സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഈ സാധനങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ക്യാൻസറിനൊക്കെ കാരണമാകുന്നുണ്ട്. പല അസുഖങ്ങളെയും പോലെ ഞാൻ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ മാത്രമൊന്നുമല്ല, ക്യാൻസറിനൊക്കെ കാരണമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ്, ഞാൻ വൈകുന്നേരത്തിൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് വന്നേക്കുന്നു, ഗവൺമെൻറ് മാതൃഭൂമിയുടെ കണ്ട ഫേസ്ബുക്ക് പേജിലാണ്, ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ജനറൽ ആയിട്ടുള്ള അവയർനെസ്സേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ പിക്ചറൽ വാർണിംഗ് ഒക്കെ കൊടുത്ത് ഇന്ത്യൻ സ്നാക്സ് ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല, സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിനെ ഇന്ത്യയിൽ ഇല്ലാതാക്കാനൊന്നും ഗവൺമെൻറ് താല്പര്യമില്ല എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും എഡിറ്റോറിയൽ ഞാൻ ഈ പറഞ്ഞതാണ് കണ്ടന്റ് എന്ന് പറഞ്ഞത്. പിക്ചോറിയൽ വാർണിംഗ് ഉൾപ്പെടെ, അതുപോലെ ഈ CBSE സ്കൂളുകളിലൊക്കെ ഒരു ഷുഗർ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഓൾറെഡി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നീട് ഷുഗർ ബോർഡ്സ് CBSE ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ CBSE അഫിലിയേറ്റഡ് സ്കൂളിലും ഷുഗർ ബോർഡ്സ് വയ്ക്കണമെന്ന്. അതായത് എക്സസീവ് ഇൻടേക്ക് ഓഫ് ഷുഗറിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക. കാര്യം കുട്ടികളിൽ പലരും ഇപ്പോൾ type 2 ഡയബറ്റീസ് ഉണ്ടാകുന്നു, ഷുഗറിൻ്റെ കൺസംഷൻ കൂടുന്നുണ്ട്. അത് CBSE സ്കൂളുകൾക്ക് ഓൾറെഡി ആ ഡിസിഷൻ എടുത്തായിരുന്നു. അതുപോലെ അതിൻ്റെ ചുവട് പിടിച്ചു വന്നൊരു തീരുമാനമായിരുന്നു ഇത്. ഈ പറഞ്ഞ നമ്മളെ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചാൽ അവിടെയും എഴുതി വെച്ചേക്കും, നിങ്ങളൊരു സമോസ കഴിച്ചാലോ ഒരു ജിലേബി കഴിച്ചാലോ ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ. പക്ഷെ അത് നടക്കുന്ന ആരെയും അറിഞ്ഞുകൂടാ. ഇപ്പം എന്തായാലും എഡിറ്റോറിയൽ നടക്കുന്ന രീതിയിലാണ്. പിന്നെ ഇന്നത്തെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് വായിക്കാൻ പോയാൽ ദ ഇഷ്യൂ വിത്ത് ക്രിമിനലൈസിങ് ഓൾ അഡോളസെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വായിക്കാറുണ്ട്. അതിൻ്റെ കണ്ടന്റ് ഒന്ന് ഓടിച്ചെന്ന് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പോക്സോ എന്ന് പറഞ്ഞൊരു ആക്ട് ഇന്ത്യയിലുണ്ട്, പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ്. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുമായിട്ട് ഈവൻ അവരുടെ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് എങ്കിലും ആ ഏർപ്പെടുന്ന ആള് പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളാണെങ്കിലും, ആൺകുട്ടിയോ പെൺകുട്ടിയോ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് മുതിർന്നവരാൽ വിധേയമായാൽ അവർക്കെതിരെ എടുക്കാനുള്ള കേസാണ് പോക്സോ ആക്ടിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ബേസിലാണ് കേസ് എടുക്കുന്നത്.
അപ്പൊ ഇപ്പൊ ചില പെൺകുട്ടികൾ പിന്നീട് അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള സെക്ഷൽ ആക്ടുകളിൽ മുതിർന്നവരുമായിട്ട് എൻഗേജ് ചെയ്യാറുണ്ട്. അപ്പൊ അതും പുറത്തിറഞ്ഞാൽ ഈ മുതിർന്ന ആളുടെ പേരിൽ പോക്സോ കേസ് എടുക്കും. അപ്പൊ അതിൽ വരാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്നത്. കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിൽ ഒരു 14 വയസ്സുള്ള പെൺകുട്ടി 25 വയസ്സുള്ള ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാവുന്നു. ആ പ്രണയത്തിന്റെ എൻഡിൽ അവർ ഭയങ്കര തീവ്രമായ പ്രണയമായിരുന്നു. പ്രണയത്തിന്റെ എൻഡിൽ അവർ തങ്ങളുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ആ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് സ്വാഭാവികമായിട്ട് ഫാമിലി അറിയുമ്പോഴത്തേക്ക് ഈ പയ്യൻ അഗെയിൻസ്റ്റ് ആയിട്ട്, യുവാവിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോക്സോ കേസ് കൊടുക്കുക. പോക്സോ കേസിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഒരു ലോക്കൽ കോർട്ട് ഈ പയ്യനെ 20 ഇയേഴ്സിന് ഇംപ്രിസൺമെന്റിന് വിധിക്കും. അപ്പോൾ ഈ പെൺകുട്ടി എന്നിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ പെൺകുട്ടി പിന്നെ വീട്ടിൽ ഒറ്റപ്പെടും. കാര്യം ബന്ധുക്കളും ഫാമിലിയും എല്ലാം അവളെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പേരിൽ ഇങ്ങനെ പ്രഗ്നന്റ് ആയതിന്റെ പേരിലൊക്കെ ഒറ്റപ്പെടുത്തും. അപ്പോൾ ഇയാൾക്ക് ഒരു കുട്ടിയെ വളർത്താൻ പോലും ഇല്ലാതെ അവിടെ വളർത്താൻ പോലും പറ്റാതെ അവിടെ സഫോക്കേറ്റഡ് ആവും. വീണ്ടും ആ പെങ്കൊച്ച് ഇയാളുടെ ഹസ്ബൻഡിനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹസ്ബൻഡ് അല്ല അപ്പോൾ പിന്നീട് കുട്ടിയുടെ അച്ഛൻ, അപ്പോൾ എന്തായാലും ലീഗലി മാരേജ് കഴിക്കാൻ പറ്റില്ലല്ലോ 18 വയസ്സ് താഴെ, അപ്പോൾ മോചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. ഈ പറഞ്ഞ യുവാവിൻ്റെ അമ്മ ക്യാൻസർ രോഗിയൊക്കെയാണ്. അപ്പോൾ അവസാനം ഒരു കൊൽക്കത്ത ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. കൊൽക്കത്ത ഹൈക്കോർട്ട് ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കേസായിട്ട് പരിഗണിച്ചു. കാര്യം പെണ്ണിനെ നോക്കാൻ ആരുമില്ല, അവരുടെ കുട്ടിയെ നോക്കാൻ ആരുമില്ല, അവരൊറ്റപ്പെട്ടു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കേസായിട്ട് പരിഗണിച്ച് ഇവൻ്റെ ശിക്ഷ റദ്ദാക്കും. പക്ഷേ അപ്പോഴത്തേക്ക് സുപ്രീം കോടതി കേസിൽ ഇടപെടുകയും ഇവൻ്റെ ശിക്ഷ പുനഃസ്ഥാപിക്കുകയും ചെയ്യും, റദ്ദാക്കിയ ശിക്ഷ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ്, എൻ്റെ എപ്പിസോഡ് നാഷണൽ ഒരു ശ്രദ്ധ നേടിയ എപ്പിസോഡാണ്, ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടുപോകുന്ന, സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന, ഈവൻ ഈ നമ്മളുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പോക്സോ കേസ് ആണെങ്കിലും അത്യാവശ്യം അറിവൊക്കെ ആയ പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി പെൺകുട്ടി, ഇതിൽ ആൺകുട്ടിയുടെ കേസ് അല്ല മെയിൻലി ഒരു ഡിസ്കസ് ചെയ്യുന്നത്, പെൺകുട്ടിയൊക്കെ ഇപ്പം പ്രഗ്നൻ്റ് ആയി കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ എല്ലാം ഉണ്ടാവുന്ന ആ ഫാദർ എന്ന ആളുണ്ടല്ലോ, അയാളെ പിടിച്ച് ജയിലിൽ ഇടരുത്. അയാൾക്ക് ഒരു മാനുഷിക പരിഗണന കൊടുത്ത് ഈ കുട്ടിയെ വളർത്തുന്ന അതിൻ്റെ ഫാദറായിട്ട്, ബയോളജിക്കൽ ഫാദർ എന്തായാലും അയാളാണല്ലോ. അപ്പം അത്തരം വിഷയങ്ങൾ അത് ക്രിമിനലൈസ് ചെയ്യല്ലെന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പം അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാനില്ല. എനിക്കത് ക്രിമിനലൈസ് ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം കുറച്ച് മുതിർന്ന ആൾക്കാർ, അത് ഇപ്പം ചെറിയ പ്രായമുള്ള യുവാക്കളാണെങ്കിലും കുറച്ച് കൂടുതൽ പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് അത് പേടിച്ചിട്ടാ ഈ നിയമത്തിന്റെ കാർക്കശ്യം പേടിച്ചിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ ആക്ട് ഒക്കെ വന്നേക്കുന്നത്. അപ്പൊ അതിൽ ചെറിയ ചെറിയ എക്സംഷൻസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയ അതിന്റെ വിധി, അതിന്റെ ഭാവി, അതിന്റെ ഫ്യൂച്ചർ, ഈ ആക്ടിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷേ ഇവർ പറഞ്ഞേക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ലീനിയൻറ്റ് വ്യൂ എടുത്തുകൊണ്ട് അതിനെ ഒരു ക്രിമിനൽ ആയിട്ട് ഇതിനെ കാണലെന്നൊക്കെയാണ്. ദ ഇഷ്യൂ വിത്ത് ക്രിമിനലൈസിങ് ഓൾ അഡോളസെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ അതിനെ കുറിച്ചാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആർട്ടിക്കിൾ, ദ US എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് എക്സ്റ്റിങ്ക്വിഷ്ഡ് മൾട്ടിലാറ്ററലിസം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. നമുക്കറിയാം ലോകത്ത് ഒരുപാട് മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ലോകത്ത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിക്സ് ഈസ് എ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഡോമിനൻസ് അല്ല ബ്രിക്സിൻ്റെ അകത്ത്, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഡോമിനൻസ് അല്ല ബ്രിക്സിൻ്റെ അകത്ത്. ബ്രിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും റഷ്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും ഒക്കെ തുടങ്ങിയത് അന്നും എല്ലാവർക്കും ഈക്വൽ പാർട്ണർഷിപ്പ്. അതിൻ്റെ അകത്ത് ആരുടെയെങ്കിലും ഒരാളുടെ ശബ്ദം അല്ല അവിടെ മുഴങ്ങി കേൾക്കുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ അകത്ത് ഇറാനും ഈജിപ്തും എത്യോപ്യയും പിന്നീട് ഒക്കെ ജോയിൻ ചെയ്യുന്നു, UAE ഒക്കെ, എനിക്കൊന്ന് നൈജീരിയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അല്ല നൈജീരിയ അല്ല, ഇന്തോനേഷ്യ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ല ഇന്തോനേഷ്യ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും അതിനകത്തും അവർ വരുമ്പോഴും അവരെയും ആരും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് ഒരു മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിൽക്കുക. അപ്പോൾ അത് ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബ്രിക്സ്. അതുപോലെ G7 ഉണ്ട്, G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്, അത് ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഒരു മൾട്ടിലാറ്ററൽ ബോഡിയാണ്, ഡെവലപ്ഡ് നേഷൻസിൻ്റെ. അതിൻ്റെ മീറ്റിംഗ് ആണ് ലാസ്റ്റിൽ ഇപ്പോൾ കാനഡയിൽ വെച്ച് നടന്നത്. അതുപോലെ G20 ഉണ്ട്. G20 എന്ന് പറഞ്ഞാൽ അതിൽ ഡെവലപ്പിംഗ് നേഷൻസും ഉണ്ട് ഡെവലപ്ഡ് നേഷൻസും ഉണ്ട്. അത്
ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള 20 എക്കോണമീസ്. ഈവൻ ഇഫ് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് എക്കോണമി, ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് G20 ബിക്കോസ് ഇന്ത്യ ഈസ് ദ 4th largest എക്കോണമി ഇൻ ദ വേൾഡ്. ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദെയർ എക്കോണമി ഓൺലി G20 ഇൻഡക്ട് വേരിയസ് കൺട്രീസ് ഇൻ ടു ദാറ്റ് ഗ്രൂപ്പിംഗ്. അതിൽ ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ എന്നുള്ള കാര്യമൊന്നും പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന ഇതെല്ലാം മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പലതിനെയും കൊണ്ടുവന്നത് USA ആണെങ്കിലും പല മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവരാൻ ഇനിഷ്യേറ്റീവ് എടുത്ത US ആണ്. പക്ഷേ അതേ US ഈ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുന്ന ഒരു പിക്ചറാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് ആയതിനു ശേഷം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ G7 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ് ഉണ്ടല്ലോ, ലോകത്തിലെ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ആ ഗ്രൂപ്പിൽ അവരുടെ കൂടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പോലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ താരിഫ്സ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. കാനഡയ്ക്കെതിരെയും ജർമ്മനിക്കെതിരെയും ബ്രിട്ടനെതിരെയും ഒക്കെ ഉണ്ട്. പിന്നെ ബ്രിക്സിലെ രാജ്യങ്ങൾക്കെതിരെ പിന്നെ അമേരിക്ക പല രീതിയിലുള്ള താരിഫ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കും അത് വലിയ ബുദ്ധിമുട്ടുകൾ, അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ മൾട്ടിലാറ്ററലിസം തന്നെ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഈ പറഞ്ഞ പ്രോബ്ലംസിന്, ഇന്ത്യ ഈ പറഞ്ഞ അൺസർട്ടനിറ്റീസിന് എങ്ങനെ നാവിഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതിനൊരു 5 മാർഗങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓതർ ഒരു ഫോമർ UN ഡിപ്ലോമാറ്റ് ആണെങ്കിൽ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇങ്ങനെ കുറേ 4-5 സൊല്യൂഷൻസ് ഈ അൺസർട്ടൺ വേൾഡിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ. അത് ഓരോന്ന് എന്താണെന്ന് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് പുള്ളി പറഞ്ഞേക്കുന്നത്, രണ്ടാമത്തെ കാര്യമായിട്ട് പുള്ളി പറഞ്ഞേക്കുന്നത് US ഇന്ത്യക്കെതിരെ ഇപ്പോൾ താരിഫ്സ് ഏർപ്പെടുത്തുക സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് US എക്സ്പോർട്ട് ഡിഫിക്കൽട്ട് ആവും. India's export to US become expensive. Once our products become expensive because of the tariff imposed by the Trump administration, then that product will lose price edge in the US market. അപ്പോൾ ഇന്ത്യക്ക് ആ മാർക്കറ്റിലേക്ക് പിന്നെ എക്സ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. ആസിയാൻ പോലുള്ള വേറെ ഗ്രൂപ്പുകളുണ്ട് ഇന്ത്യക്ക്. ആ ഗ്രൂപ്പുകളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടെത്തുക. ഇത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ 4-5 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നിൻ്റെയും പിന്നീട് പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ 3rd, 4th, 5th അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് വായിച്ചു നോക്കുക. അതാണ് അടുത്ത ആർട്ടിക്കിൾ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഒപ്പീനിയൻ പേജ് വലിയ അത്യാവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഹൗ ഈസ് ഗ്ലോബൽ ഷിപ്പിംഗ് ട്രൈങ് ടു ഡീകാർബണൈസ് എന്നൊരു ആർട്ടിക്കിളുണ്ട്. ദ നീഡ് ടു പ്രൊട്ടക്ട് ഇന്ത്യാസ് ലിംഗ്വിസ്റ്റിക് സെക്യുലറിസം എന്നൊരു ആർട്ടിക്കിളുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല ആർട്ടിക്കിൾസാണ്, വേണമെന്നുള്ളത് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ 2 ആർട്ടിക്കിൾസ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ ആദ്യത്തെ 2 ആർട്ടിക്കിൾസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. പിന്നെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ SCO ഷുഡിൻ കോംപ്രമൈസ് ഓൺ ടെററിസം, ജയശങ്കർ എന്നൊരു ന്യൂസ് ഉണ്ട്. SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. SCO എന്താണ്? ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, റഷ്യ, ഇറാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇങ്ങനെ കുറേ രാജ്യങ്ങൾ ചേർന്നതാണ് SCO ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മീറ്റിംഗ് ഇപ്പോൾ ചൈനയിൽ വെച്ചപ്പോൾ അതിൻ്റെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് നടന്നിരുന്ന ഇന്ത്യയുടെ രാജ്നാഥ് സിംഗ് പങ്കെടുത്തു. ഇപ്പോൾ ജയശങ്കർ അതിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ചൈനയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ ജയശങ്കർസ് വിസിറ്റ് ടു ചൈന ഈസ് ആഫ്റ്റർ 5 years. Because during the last 5 years, Jaishankar never visited China because of the various problems existed between India and China. അപ്പോൾ ജയശങ്കർ അവിടേക്ക് പോകുമ്പോഴുള്ള എക്സ്പെക്ടേഷൻസ്, ചാലഞ്ചസ് അതൊക്കെയാണ് എൻ്റെ അത് പറഞ്ഞേക്കുന്നത്. ജയശങ്കർ ഇപ്പോൾ ഷെയ്ഖ് ഹാൻഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കാണാതെ ഇത് ചൈനയുടെ പ്രസിഡന്റിൻ്റെ ഫോട്ടോ ആണ്, സി ജിൻപിങ്ങിൻ്റെ. അപ്പോൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇവിടെ നിങ്ങൾക്ക് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഫോട്ടോ കാണാം, ഒമർ അബ്ദുള്ളയുടെ ഫോട്ടോ. ഇവിടെ നിങ്ങൾക്ക് GM മെയ്സ് അതിൻ്റെ ഫീൽഡ് ട്രയൽ ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നൊരു ന്യൂസ് കാണാം. GM ക്രോപ്സ്. വാട്ട് ഈസ് GM ക്രോപ്പ്? ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. മനസ്സിലായോ? നിങ്ങളൊരു പക്ഷേ BT ബ്രിഞ്ചൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. BT ബ്രിഞ്ചൽ മീൻസ്
Bacillus thuringiensis brinjal. BT means Bacillus thuringiensis. That is a bacteria. BT, Bacillus thuringiensis. Bacillus thuringiensis is a bacteria. BT cotton is commercially cultivating in India. ഇപ്പോൾ BT കോട്ടൺ മീൻസ് ആ കോട്ടൻ്റെ അകത്ത് ബാസിലസ് തുറിഞ്ചൻസിസ് എന്നൊരു ബാക്ടീരിയ ഉണ്ട്. അതുണ്ടെങ്കിലുള്ള ഗുണം അതിൻ്റെ ഈൽഡ് കൂടും. കാരണം അതിന് ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്തുള്ളതാണ് പറയുന്നത്. കാരണം ഈ ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു കൈൻഡ് ഓഫ് പോയിസണസ് പദാർത്ഥം കൊണ്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ BT പ്രോഡക്ട്സ് എല്ലാം പൊതുവെ ഈൽഡ് കൂടുതലായിരിക്കും. പക്ഷേ അത് ഹ്യൂമൻ കൺസംഷന് നല്ലതാണോ എന്ന് ഇപ്പോഴും ഇന്ത്യക്കകത്ത് സംശയമുള്ളതുകൊണ്ട് ഇപ്പോഴും BT റൈസ് പോലുള്ള പ്രോഡക്ട്സ് ഒന്നും ഇന്ത്യയിൽ ഇതൊരിക്കലും അലോ ചെയ്തിട്ടില്ല കൾട്ടിവേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അലോ ചെയ്യണോ അലോ ചെയ്യേണ്ടത് തീരുമാനിക്കാൻ വേണ്ടി ഒരു റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്ററിന്റെ പേര് GEAC എന്നാണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. ദേ ആർ ദ റെഗുലേറ്റർ ഇൻ ദ ഫീൽഡ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഇൻ ഇന്ത്യ. പിന്നെ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ, ഇന്ത്യ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന LCA ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ MK1A എന്ന് പറയുന്ന ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഇന്ത്യ ഉണ്ടാക്കുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് അതാണ്. ഇനി അടുത്ത അഡ്വാൻസ്ഡ് കോമ്പാക്ട് മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ACMA എന്ന് പറഞ്ഞ പുതിയ വരുന്നുണ്ട്. അത് 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്. എന്തായാലും ഇന്ത്യ ഉണ്ടാക്കുന്ന ഫൈറ്റർ ജെറ്റുകളിലെല്ലാം, സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫൈറ്റർ ജെറ്റുകളിലെല്ലാം ഉപയോഗിക്കുന്ന എഞ്ചിൻ ഇന്ത്യ ഉണ്ടാക്കുന്നതല്ല. ആ എഞ്ചിൻ മെയിൻലി അമേരിക്കയുടെ GE എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. GE, ജനറൽ ഇലക്ട്രിക്. അവരുടെ F404 എന്ന് പറയുന്ന പിന്നീട് എഞ്ചിനാണ് ഇന്ത്യയുടെ LCA MK1A എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ യമുന ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും യമുനയും. ഈ 2 നദികളും പൊല്യൂട്ടഡ് ആണ്. ഗംഗാ നദിയുടെ റീജുവനേഷന് വേണ്ടിയിട്ട്, ഗംഗാ നദിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമുണ്ട്. എൻ്റെ പേര് നമാമി ഗംഗ എന്നാണ്. നമാമി ഗംഗ, ഗംഗാ നദിയുടെ, ഇന്ത്യയുടെ നാഷണൽ റിവറായ ഗംഗാ റിവറിന്റെ റീജുവനേഷന് വേണ്ടിയുള്ള സ്കീമാണ് നമാമി ഗംഗ. NMCG എന്ന് പറയുന്ന സംഭവമുണ്ട്, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. അതിൻ്റെ അണ്ടറിലാണ് ഗംഗയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോജക്റ്റുകളും പ്രവർത്തിക്കുന്നത്. NMCG, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ. അതുപോലെ ഡൽഹിയിലെ റിവറാണ് യമുന, അതും പൊല്യൂട്ടഡ് ആണ്, അതിനെയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കൽ ന്യൂസ്, അതൊന്നും വേണ്ട. താഴെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. ന്യൂ ഫെലോഷിപ്പ് ടു ബോൾസ്റ്റർ റിസർച്ച് ഇൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വ്യക്തികൾക്കും ഒക്കെ ഫണ്ടിങ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഇടയ്ക്ക് ഫോം ചെയ്ത ഓർഗനൈസേഷന്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ANRF, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ANRF, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഈ ഒരു സംഭവമാണ് ദ ന്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോഡി ഫോർ ഫണ്ടിങ് സയന്റിഫിക് റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യ ഈസ് ആക്ച്വലി progressing day by day, advancing day by day globally in the field of research. That's why India got a very good ranking in GII. GII means Global Innovation Index. In Global Innovation Index, India's new rank is 39th rank. India is having a very good rank, 39th rank. Previously it was around 85, just 10 to 11 years back. So because of the progress, advancement India made in the field of research, India is getting good ranks in the innovation index and all. So India wants to further promote our research scenario. For that, government now formed a new dedicated institution for funding scientific research. That is ANRF, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇതിൻ്റെ അകത്ത് അത് പറയേണ്ട ആവശ്യമുള്ളൂ. അതിനപ്പുറം പിന്നെ റിട്ടയർഡ് പ്രൊഫസേഴ്സിനെയും റിട്ടയർഡ് സയന്റിസ്റ്റുകളെയൊക്കെ ഗവൺമെന്റ് റിസർച്ചിന് വേണ്ടിയിട്ട് ഇതിന്റെ അണ്ടറിൽ എടുക്കാൻ പോകുന്നെന്നും അവർക്ക് ഇത്ര രൂപ കൊടുക്കാൻ പോകണമെന്നൊക്കെ ഉണ്ടാകുന്നു വേണ്ട. പിന്നെ മൺസൂൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പാർലമെന്റിന്റെ. അത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, പാർലമെന്റ് 3 സെഷൻസ് ആണ് ഒരു വർഷം. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ആൻഡ് വിന്റർ സെഷൻ. ബഡ്ജറ്റ് സെഷൻ, മൺസൂൺ സെഷൻ ആൻഡ് വിന്റർ സെഷൻ. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ആധാറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. തൽക്കാലം ഞാൻ അത് പറയുന്നില്ല. 5 വയസ്സ് മുകളിലുള്ള കുട്ടികളുടെ ആധാർ ഡീറ്റെയിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ആധാർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി അത് പറഞ്ഞേക്കുന്നത്. ആധാർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസി UIDAI ആണ്.
Unique Identification Authority of India. UIDAI, Unique Identification Authority of India, is the organization which is issuing Aadhaar cards. Unique Identification Authority of India. പിന്നെ ഗവൺമെന്റ് ഡാറ്റ ഷോ ഫോൾ ഇൻ വിമൻ അറ്റ് വർക്ക് ഇൻ റൂറൽ അർബൻ ഏരിയാസ്. അത് ഇന്ത്യയുടെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിനെ കുറിച്ചാണ്. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, അതിന്റെ അബ്രിവേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ PLFS, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, PLFS. 97% അൺടച്ചബിലിറ്റി കേസസ് പെൻഡിങ് ഇൻ കോർട്സ് എന്നൊരു ന്യൂസ് കാണാം. Untouchability is a practice which is banned in India constitutionally. In fundamental rights itself, there is an article which is prohibiting untouchability in any form in India. That is Article 17 of Indian Constitution. Article 17 of Indian Constitution prohibits untouchability, practice of untouchability in any form. മനസ്സിലായോ? Article 17 പഠിച്ചു വെച്ചോളണം. പിന്നെ വേറെ ഒന്നുമില്ല, അവിടെ അത്രയേ ഉള്ളൂ. അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജിൽ IRDAIയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്ററാണ് IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. IRDAIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. IRDAIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്. പിന്നെ FTA കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. FTA, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. നമ്മളിപ്പോൾ ഓൾറെഡി FTA ഉണ്ടാക്കിയത് റീസെന്റ് ബ്രിട്ടനുമായിട്ടാണ്. ഇനിയിപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ടോക്സ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആസിയാനുമായിട്ട് ഓൾറെഡി നമുക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. ആസിയാൻ മീൻസ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഈസ് എ 10-member grouping in the Southeast Asian region. The countries are Thailand, Philippines, Mongolia, Vietnam, Myanmar, ബ്രൂണൈ, ഇന്തോനേഷ്യ, മലേഷ്യ, കംബോഡിയ, അങ്ങനെ കുറേ രാജ്യങ്ങൾ ചേർന്നാണ്. അപ്പോൾ മംഗോളിയ ഇല്ലെന്ന് തോന്നുന്നു അതിൻ്റെ അത്. അതാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അവരുമായിട്ട് നമുക്ക് ഓൾറെഡി ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ട്. അത് റിവ്യൂ ചെയ്യാൻ പോയാണ് ഇപ്പോൾ കുറേ വർഷമായി. സെബിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സെബി എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിനെയും റെഗുലേറ്റർ ആണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെ ഈസ് ദ ചെയർമാൻ ഓഫ് സെബി. ഇത്രയേ ഉള്ളൂ. എൻ്റെ വേറെ ന്യൂസ് അവിടെ പറയാമല്ലോ. എൻ്റെ അടുത്ത പേജ് ഇപ്പോൾ വേൾഡ് പേജിൽ നിങ്ങൾക്ക് സി ജിൻപിങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സി ജിൻപിങ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് ചൈന. നാറ്റോയുടെ ഹെഡിന്റെ കുറിച്ചുള്ള ന്യൂസ് കാണാം. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ആ നാറ്റോയുടെ ചീഫാണ് മാർക്ക് റുട്ടി. നാറ്റോയുടെ ചീഫ് ആരാണ്? മാർക്ക് റുട്ടി. നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് എവിടെയാണ്? ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ ബ്രസൽസ് ആണ് നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. വേറെ ഒന്നും അവിടെ പറയാനില്ല. അടുത്ത പേജ് സ്പോർട്സ് പേജ്. ഇത് ഫുൾ ക്രിക്കറ്റ് ആണ്. ഈ പേജിൽ ഒരു ആവശ്യവും നമുക്കില്ല. അതിനടുത്ത സ്പോർട്സ് പേജിലും നമുക്കങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തോണറായിരുന്ന ഫൗജ സിംഗ് മരിച്ചുപോയി. ഫൗജ സിംഗ് മാരത്തോൺ ഓടുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആള് ഇന്ത്യക്കാരനായിരുന്നു. 114 വയസ്സായിരുന്നു, 114. അതേ മരിച്ചു. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.